സോ വാട്ട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ആൻഡ് ഇന്ന് ഞാൻ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് തരാൻ പോവുകയാണ് എങ്ങനെയാണ് നിങ്ങളുടെ ഫോൺ ഹാക്ക് ആവാതിരിക്കാൻ നോക്കേണ്ടത്. വീഡിയോ ഫുൾ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോഴാണെങ്കിൽ എല്ലാവരും ഫോണിനകത്താണ്. ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ വെബ് സർഫ് ചെയ്യും, ഗെയിമിങ്. എപ്പോഴാണ് ഫോൺ ഹാക്ക് ആവുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ, ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് വഴി ആരെങ്കിലും നിങ്ങളുടെ ഫേസ്ബുക്ക് ഹാക്ക് ചെയ്താൽ അവർ ആ സെയിം പാസ്വേഡ് ഇൻസ്റ്റാഗ്രാമിലും മെയിൽ ഐ ഡിയിലും നോക്കും. അതേ പാസ്വേഡ് തന്നെയാണെങ്കിൽ അവർ ഇൻസ്റ്റാഗ്രാമും മെയിൽ ഐ ഡിയും ഹാക്ക് ചെയ്യും. അപ്പോൾ എല്ലാ സോഷ്യൽ മീഡിയാസിൻ്റെയും പാസ്വേഡ് സെയിം ഇടരുത്. ആരും ഗസ് ചെയ്യാൻ പറ്റാത്തത് വേണം ഇടാൻ. ഡേറ്റ് ഓഫ് ബർത്ത്, വണ്ടിയുടെ നമ്പർ പ്ലേറ്റ്, ഇതൊന്നും ഇടരുത്. അല്ലെങ്കിൽ 1@2 ഹാഷ്ടാഗ്, 3@56 ഹാഷ്ടാഗ് അതുപോലെ വേണം ഇടാൻ. എന്നാലേ സെക്യൂർ പാസ്വേഡ് ഇടാൻ പറ്റത്തുള്ളൂ. അതുമല്ല, നിങ്ങൾക്ക് ഓർമ്മയില്ലാത്ത പാസ്വേഡ് വേണം ഇടാൻ, അല്ലെങ്കിൽ പേപ്പറിൽ എഴുതിയിടണം. ഇതും ഒരു നല്ല ടിപ്പാണ്. സെക്കൻഡ് ടിപ്പ് നിങ്ങളെല്ലാവർക്കും അറിയായിരിക്കും. അറിയാൻ മേലാത്ത നമ്പറിൽ വാട്സപ്പ് വഴിയോ ലിങ്ക് വല്ലതും കിട്ടിയാൽ അത് ക്ലിക്ക് ചെയ്യരുത്. നിങ്ങൾ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പം അത് വൈറസ് വല്ലതും ആയിരിക്കും. അത് നിങ്ങളുടെ ഫോണിൽ വരും. അവർക്ക് സുഖമായിട്ട് നിങ്ങളുടെ ഫോൺ ഹാക്ക് ചെയ്യാം. ഇത് അവോയ്ഡ് ചെയ്യേണ്ടതാണ്. തേർഡ് ടിപ്പാണെങ്കിൽ എയർപോർട്ടിലോ റെയിൽവേ സ്റ്റേഷനിലോ അല്ലെങ്കിൽ പബ്ലിക് പ്ലേസിലോ ഫോൺ ചാർജ് ചെയ്യരുത്. iOS ആയാലും ആൻഡ്രോയിഡ് ആയാലും ഇത് അവോയ്ഡ് ചെയ്യേണ്ടതാണ്. ഇത് ഭയങ്കര റിസ്ക്കാണ്. ബാക്കിൽ ഹാർഡ് ഡിസ്ക് വല്ലതും ഉണ്ടായിരിക്കും. ആ ഹാർഡ് ഡിസ്ക് നിങ്ങളുടെ ഫോണിൽ നിന്ന് ഡേറ്റ എടുക്കുമായിരിക്കും, അല്ലെങ്കിൽ മാൽവെയർ ഇടുമായിരിക്കും. ഇത് അവോയ്ഡ് ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ പവർ ബാങ്ക് ഉണ്ടെങ്കിൽ അത് ഫസ്റ്റ് ചാർജ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫോൺ ചാർജ് ചെയ്യാം. അല്ലെങ്കിൽ സ്പെഷ്യൽ കേബിളുണ്ട്, അത് ഇലക്ട്രിക് ചാർജേ പോകത്തുള്ളൂ, അത് ഡേറ്റ ഒന്നും പോകത്തില്ല. ഇതും യൂസ് ചെയ്യാം. ഇതൊക്കെ സ്പെഷ്യൽ കേബിളാണ്. വേറൊരു കേസും കൂടെ ഉണ്ട്. നിങ്ങൾ പബ്ലിക് വൈഫൈ ഒരിക്കലും യൂസ് ചെയ്യരുത്. റെസ്റ്റോറൻറ്റ്, കഫേ, മാളിൽ അവിടുത്തെ വൈഫൈ ഒരിക്കലും യൂസ് ചെയ്യരുത്. അവർ ഫ്രീ പാസ്വേഡ് ആയിരിക്കും. എന്താണെന്ന് വെച്ചാൽ അവിടെ കുറേ ഹാക്കേഴ്സ് ഉണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങളിപ്പോൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ബാങ്കിലെയും മെയിൽ ഐ ഡിയിലെയും പാസ്വേഡ് എൻ്റർ ചെയ്യരുത്. ഏതെങ്കിലും സൈറ്റിൽ വിസിറ്റ് ചെയ്യരുത്. അല്ലെങ്കിൽ VPN ഓൺ ആക്കുക. അപ്പോൾ കുറച്ചുകൂടെ സേഫ് ആയിരിക്കും. അല്ലെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യുന്നത് തന്നെയാണ് ഭേദം. ഫോർത്ത് ടിപ്പാണെങ്കിൽ ഒരിക്കലും APK ഗെയിംസോ ആപ്സോ ഡൗൺലോഡ് ചെയ്യരുത്. അഥവാ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ പ്ലേ സ്റ്റോർ ഉണ്ട്, അവിടെ പോയി ഡൗൺലോഡ് ചെയ്യുക. പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ജെന്യുവൻ ആപ്സ് ആയിരിക്കണം, ഫസ്റ്റ് പാർട്ടി ആപ്ലിക്കേഷൻസ് ആയിരിക്കണം. അല്ലെങ്കിൽ ചൈനീസ് ആപ്സ് വല്ലതും ആണെങ്കിൽ തീർന്നു. ഈയിടെ ഇന്ത്യയിൽ 59 ആപ്ലിക്കേഷൻസ് ബാണായി. അതും പ്ലേ സ്റ്റോറിലുള്ള ആപ്ലിക്കേഷൻസ് ആയിരുന്നു. പറഞ്ഞാൽ DU റെക്കോർഡർ, ടിക്ടോക്ക്, ഇതൊക്കെ ചൈനീസാണ്. അതിൽ മാറി നിൽക്കുന്നതാണ് സേഫ്. iOS ഈ കാര്യത്തിൽ നല്ല, അവർ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സൈറ്റിൽ കൂടെ അവർ ഡൗൺലോഡ് ചെയ്യാൻ പെർമിഷൻ തരത്തില്ല. ഫിഫ്ത്ത് ടിപ്പാണെങ്കിൽ ഫോണിൻ്റെ സോഫ്റ്റ്വെയർ ടൈം ടു ടൈം അപ്ഡേറ്റ് ചെയ്യുക. സെക്യൂരിറ്റി അപ്ഡേറ്റ് ആയാലും അത് അപ്ഡേറ്റ് ചെയ്യുന്ന ഭേദം. ചെറിയ ചെറിയ മൈനർ ബഗ് ഫിക്സസ് ആയിരിക്കും അവർ ചെയ്യുന്നത്. സോഫ്റ്റ്വെയർ തന്നെയല്ല, എല്ലാ ആപ്സും അപ്ഡേറ്റ് ചെയ്യണം. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ആപ്ലിക്കേഷൻസിനും ഒരു ബാക്ക് ഡോർ കണ്ടെത്തും. അവർ അത് ടൈം ടു ടൈം ഫിക്സ് ചെയ്യും. അപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആപ്സിൻ്റെയും സിസ്റ്റത്തിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആണ്. ലാസ്റ്റ് ടിപ്പാണെങ്കിൽ സെറ്റിങ്സിൽ കയറിയിട്ട് ഓരോ ആപ്സിൻ്റെയും പെർമിഷൻ നോക്കുക. ഇപ്പോൾ ഒരു ബ്രൗസർ ക്യാമറയുടെ പെർമിഷൻ എടുക്കുകയാണെങ്കിൽ അത് ഡിനൈ ചെയ്യുക. ഇപ്പോൾ ബ്രൗസറിന് അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങൾ സൂം ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ പെർമിഷൻ ഓഫ് ചെയ്യുക, ക്യാമറയുടെയും സ്റ്റോറേജിൻ്റെയും മൈക്രോഫോണിൻ്റെയും. ഇത് ഇപ്പോൾ അവർ നിങ്ങളുടെ ഫോൺ നോക്കുവാണെങ്കിലും നിങ്ങൾ പെർമിഷൻ കൊടുത്തിട്ടില്ല, അപ്പോൾ അവർക്ക് ഹാക്ക് ചെയ്യാനും പറ്റത്തില്ല. ഇതൊരു നല്ല ടിപ്പാണ്. സോ ഗൈസ്, ഇതൊക്കെയായിരുന്നു ഫോൺ ഹാക്ക് ആവാതിരിക്കാനുള്ള ടിപ്സ്. നിങ്ങൾക്ക് ഏത് ടിപ്പാണ് ഇഷ്ടപ്പെട്ടത് പ്ലീസ് കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ വേറെ ടിപ്സ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. ഇത് തന്നെ മോട്ടിവേറ്റ് ചെയ്യും വീഡിയോസ് ഇടാൻ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദാറ്റ് ഈസ് ഇറ്റ് ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.